എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഒന്നും ഇടാത്ത ദിവസം ഇതുകൊണ്ട് പപ്പയ്ക്ക് ഇത്തിരി ദോശ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തേങ്ങ ചിരണ്ടിയതും അരിപ്പൊടിയും മൈദയൊക്കെ ചേർത്തിട്ട്. പപ്പയ്ക്ക് മൈദയുടെ ദോശയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ എന്തെങ്കിലും ഒരു കറിയൊക്കെ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ, വീഡിയോ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ. അപ്പോൾ ഇന്ന് ചെറുപയറിൻ്റെ കറി ആണ് വെക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊക്കെ ഒന്ന് വെച്ചതാണ്. അപ്പോൾ ഇന്നെന്ത് തന്നെ ആയാലും നമുക്ക് അഗാരോൻ്റെ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ ഈ ഒരു ബാറ്റർ റെഡിയാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അതിനകത്തേക്ക് മൈദപ്പൊടിയും ഒരിത്തിരി അരിപ്പൊടിയും തേങ്ങയും ഉപ്പും കൂടി ചേർത്ത് നമ്മൾ കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചിട്ട്, കാരണം ഇത്തിരി ലൂസായിട്ട് എടുക്കണമല്ലോ, കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നേരെ സ്റ്റാൻഡ് മിക്സറിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് വേറെ പണി ചെയ്യാം. ഇതവിടെ ഇരുന്നിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡായിട്ട് വരും കേട്ടോ. നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ വെക്കുന്ന അതേ ഹുക്ക് തന്നെയാണ് ഈ ഒരു സംഭവത്തിനും വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ബാറ്ററൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വലിയൊരു ഉപകാരമുണ്ട് ശരിക്കും. ഒന്നാമത്തെ കാര്യം, നമുക്ക് പിന്നെ വേറൊരു പാത്രത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒരു വലിയ ബൗളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ സൗകര്യമായിട്ട് ഇതിനകത്ത് നിന്ന് കോരിയെടുത്ത് മാവ് ചുട്ട് ഒക്കെ എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ബൗളിനാണെങ്കിൽ നല്ലൊരു ഹാൻഡിലൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്കത് പിടിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇപ്പം നമ്മളുടെ കയ്യിലൊരു മിക്സിംഗ് ബൗൾ ഉണ്ടെങ്കിൽ അതിന് ഹാൻഡിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിന് ഹാൻഡിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ടും ഈ ഒരു ബൗൾ നമുക്ക് എപ്പോഴും ഭയങ്കര എന്ത് ജോലി ചെയ്യുമ്പോഴും ഇതിനകത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ നല്ല ഈസി ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു ആദ്യത്തെ ഒരു സ്പീഡിലിട്ട് അത് കഴിഞ്ഞിട്ട് 2-3 സ്പീഡായപ്പോൾ തന്നെയും ഇത് ബ്ലെൻഡായി കഴിഞ്ഞ്. ഇതിന് മാക്സിമം സ്പീഡിലേക്ക് നമുക്ക് കൊടുക്കാമെങ്കിൽ തന്നെയും നമുക്ക് 2-3 സ്പീഡ് വരുമ്പോൾ തന്നെ ഇത് ബ്ലെൻഡായി കഴിയും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു സ്പ്ലാഷ് കാർഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. സ്പ്ലാഷ് കാർഡ് ആദ്യത്തെ ആ ഒരു സമയത്ത് വെച്ചാലും മതി, കാരണം പൊടി ഇങ്ങനെ തെറിച്ചാലാന്ന് വിചാരിച്ചിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 3 മിനിറ്റൊന്നും വേണ്ട, ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സംഭവം നമുക്ക് പെട്ടെന്ന് ടൈം സേവ് ചെയ്യാം. കുറേ നേരിട്ട് ഇളക്കിയൊന്നും നിൽക്കണ്ട. അപ്പോൾ നേരത്തെയൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലൊക്കെ ഇത് മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ടൊക്കെ ചെയ്യും. പക്ഷേ ഇത് നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ തന്നെ വെച്ച് ഏതായാലും പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റാൻഡ് മിക്സർ കിച്ചണിൽ നിന്ന് ഞാൻ മാറ്റാറേ ഇല്ലല്ലോ. എപ്പോഴും അത് അവിടെ തന്നെ ഇരിക്കണത്. കാരണം എപ്പോഴും നമുക്ക് ഉപയോഗിക്കാം, എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ നമ്മളുടെ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം അങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് വല്ലപ്പോഴും ആവശ്യം വരുള്ളൂ. പക്ഷേ ഇത് കിച്ചണിലുള്ള ഒരുവിധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗപ്പെടും. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക്, ചപ്പാത്തി കുഴക്കാനൊക്കെ എപ്പോഴും ഒക്കെ നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിന് അങ്ങനെ ഞാൻ ചുട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയിലാണ് ചുടുന്നത്. പപ്പക്ക് വെളിച്ചെണ്ണയുടെ രുചി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് നേരെ തിരിച്ചുമാണ്. എനിക്ക് വെളിച്ചെണ്ണ പരിസരത്തുകൂടി പോകുന്നത് പോലും ഇഷ്ടമല്ല. പപ്പക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പം നെയ്യിട്ടുണ്ടാക്കുന്നതിനേലും പപ്പക്ക് വെളിച്ചെണ്ണ ഇട്ടുണ്ടാക്കുമ്പോൾ എനിക്ക് നെയ്യൊക്കെ ഇട്ടുണ്ടാക്കണം ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതങ്ങനെ ചുട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ചെറുപയർ കറി വെക്കാനായിട്ടുള്ള പയറൊക്കെ എടുത്ത് അതൊന്ന് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം കുക്കറൊക്കെ കഴുകിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്കിത് ചുട്ട് നിൽക്കുന്ന നേരത്തിൽ നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാം. നമുക്കറിയാൻ പറ്റുമല്ലോ ഒരു ടൈം, ഇത് എന്തോരം വേകാൻ ഉള്ള സമയം, ആ സമയത്തിനുള്ളിൽ വേഗം വന്നിട്ട് അത് മറിച്ചിടുക, തിരിച്ചിടുക, അടുത്ത ആ എടുത്തുകൊണ്ടിരുന്ന വെച്ചാൽ മറ്റേ ജോലി കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പണികളും വേഗം ചെയ്ത് തീർക്കാൻ പറ്റും. ഒന്നാമത് ചൂട്, നമുക്ക് കിച്ചണിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങണം. അപ്പോൾ അതുകൊണ്ട് വേഗം ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ചെറുപയറിൻ്റെ അകത്തേക്ക് ഇത്തിരി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ ഒരു സവാള പകുതി അവിടെ ഇരുന്ന് വെച്ചാൽ അതൊന്ന് ഫുള്ളായിട്ട് ഇട്ടാലും സവാള മുഴുവനോട് ഇട്ട് വേവിച്ചാലും കുഴപ്പമില്ല. വെന്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് ഉടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലായിടത്തേക്കും ആകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ എങ്ങനെ വേണമെന്നെങ്കിലും ഇട്ട് വെക്കാം. അരിഞ്ഞൊന്നും നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടാത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സവാളയുടെ ഒരു പകുതി, ചെറിയൊരു സവാളയുടെ പകുതി ഉള്ളതും കൂടി ഇട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അതവിടെ വേവിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി അത് താളിക്കാൻ വേണ്ടിയിട്ടില്ലേ നീളത്തിൽ സവാള അരിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നീളത്തിൽ കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ച് അപ്പോൾ അതേ കുക്കർ വിസിലൊക്കെ അടിച്ച് കുറച്ച് നേരം ഇട്ട് വേവിക്കോട്ടെ. നല്ല വെന്തലിയണ പയറാണ് പപ്പയ്ക്ക് ഇഷ്ടം. പപ്പയ്ക്ക് എപ്പോഴും പരിപ്പ് വെക്കണതാണ് ഇഷ്ടം കേട്ടോ. എങ്കിൽ തന്നെയും ഈ പയർ കുറേ നാളായിരിക്കണമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പയറെടുത്ത് വേവിക്കണതാണ്. എനിക്കും പയറിനോടൊന്നും വലിയ താല്പര്യമില്ല, പരിപ്പിൻ്റെ അടുത്തും താല്പര്യമില്ല. എങ്കിലും ഇടയ്ക്ക് പരിപ്പ് കറിയൊക്കെ വെക്കും. നമുക്ക് അത്യാവശ്യമാണല്ല
പയർ വർഗ്ഗങ്ങൾ അങ്ങനെ. പപ്പക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൻപയർ, ചെറുപയർ, കടല, പരിപ്പ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. എനിക്ക് കടലയൊക്കെ ഇഷ്ടമുണ്ട്. എങ്കിലും നമുക്ക് ചോറിൻ്റെ കറിയായിട്ട് ഒക്കെ പരിപ്പ് പയർ കടലയൊക്കെ വെച്ച് കഴിക്കാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്കങ്ങനെ പറ്റില്ല. പലഹാരത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കടലക്കറി കൂട്ടിയിട്ട് ചോറുണ്ടാ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും തണുത്ത ചോറിൻ്റെ കൂടെയൊക്കെ കടലക്കറിയെ കൂട്ടി കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അല്ലാതെ അങ്ങനെ നമ്മൾ ചോറിന് കൂട്ടി കഴിക്കാനായിട്ട് ഒരു കറിയായിട്ട് അങ്ങനെ വെക്കൽ കുറവാണ്. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുള്ളൂ. അങ്ങനെ അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മൊരീച്ച് അങ്ങോട്ട് ഇട്ടിട്ട് അപ്പോൾ ഇത്തിരി വെള്ളം കുറവായിരുന്നു. അപ്പോൾ ഇത്തിരി വെള്ളവും കൂടി ആ ഒരു തടുക്ക പാനിൽ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അപ്പോൾ ആ വെള്ളം ഒരുവിധം ചൂടായി ഇങ്ങനെ അതിൻ്റെ ചൂട് കൊണ്ടൊന്ന് ചൂടായി കിട്ടുകയും ചെയ്യും. പിന്നെ ചോറ് വെക്കാനുള്ള വേഗം ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട്. വേറെ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാനല്ല, നോക്കാനായിട്ട് എങ്ങനെയാണ് വിലയെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മുകളിലുള്ള ഈ ചെറിയ ഡൂമൊക്കെയുള്ള ലൈറ്റുകളില്ലേ, അതെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അത് പഴയതൊന്നും കയറ്റണ്ട, പുതിയത് മേടിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ താഴെ പെയിൻറ്റ് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പഴയതൊന്നും കയറ്റിയില്ല, പഴയതെല്ലാം മാറ്റിയിട്ട് പുതിയ ലൈറ്റുകളാണ് എല്ലാ മുറിയിലും ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുകളിലും ഇനിയിപ്പോൾ എല്ലാം പുതിയ ലൈറ്റ് മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തോപ്പുംപടി തന്നെ കുറച്ച് അടുത്ത് തന്നെ ഉള്ള ഒരു ഇലക്ട്രിക് ഷോപ്പിൽ പോയിട്ട് ഒന്ന് നോക്കാം, വിലയൊക്കെ ഒന്ന് നോക്കാമെന്നും പറഞ്ഞിട്ട് പോകാൻ നിൽക്കണേ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേഗം പണി ഒതുക്കിയിട്ട് ഓടിപ്പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പണി തീർക്കണേ കേട്ടോ. അപ്പോൾ റയൻ കുറച്ച് ദിവസത്തിന് മുൻപേ ഈ കാരമൽ കസ്റ്ററിൻ്റെ കാര്യം പറയണത് ഞാൻ കേട്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പലതവണ പാല് മേടിക്കുകയും വെറുതെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇത് ഉണ്ടാക്കണ കാര്യം മറന്നു. അതായത് പാല് ഒരാവശ്യമില്ലാതെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. പണിക്കാർ വരുമെന്ന് വിചാരിച്ച് ഞാൻ മേടിച്ച് വെച്ചിട്ടേ പണിക്കാർ വന്നില്ല. അപ്പോൾ പിന്നെ ചായ ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചാൽ എനിക്കും പപ്പയ്ക്ക് ഒരു ഇത്തിരി ചായ മതിയല്ല. അപ്പോൾ ഇങ്ങനെ പാല് കൂടുതലുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, എന്നിട്ട് പോലും ഞാനത് മറന്നു പോയിട്ടാ. അപ്പോൾ ഇന്നെന്ത് തന്നെ ആയാലും അത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി കാരമൽ ആദ്യം ഒന്ന് ആക്കിയിട്ട് നമ്മൾ ഒഴിച്ചു വെക്കണ പാത്രത്തിൽ കാരമൽ ഇട്ട് വെച്ചിട്ട് പിന്നെ കസ്റ്റർഡ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അളവ് തെറ്റിപ്പോയി. സത്യത്തിൽ ഞാൻ ആ കവറിലുണ്ടായിരുന്ന മൊത്തത്തിൽ അങ്ങനെ കൊട്ടിയെടുത്ത് അളവ് കറക്റ്റ് എനിക്ക് മെഷർമെൻറ്റ് കപ്പിൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കണക്കൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെയാണ് തെറ്റിപ്പോയത് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര തിക്കായിപ്പോയി. അപ്പോൾ തന്നെ ഞാൻ പറയും ഇത് പോയടാ, തിക്കായിപ്പോയി, സോഫ്റ്റായിട്ടിരിക്കില്ല ഇത് നമ്മൾ തണുപ്പിച്ചൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കേ. പിന്നെ പൊടിഞ്ഞൊന്നും പോകാതെ കിട്ടും, അത്രയേ ഉള്ളൂ. അങ്ങനെ അത് ഒന്ന് അരിച്ചെടുത്ത്, കട്ടകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തിരി കൂടിയ ഇത് ഇങ്ങനെ കൂടുതൽ കുറുകിയതുകൊണ്ട്. അപ്പോൾ അത് വേവിക്കുകയും ചെയ്യണേ കുറുക്കി, അല്ലെന്നുണ്ടെങ്കിൽ പച്ച ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ ആ പൊടിയുടെ. അപ്പോൾ അതങ്ങനെ വേവിക്കും തോറും ഇത് കുറുകി വന്ന് എന്തായാലും അത് അരിച്ചൊക്കെ എടുത്ത് തണുക്കാൻ വേണ്ടിയിട്ട് അവിടെ മൂടി വെച്ചട്ടാ. അപ്പോൾ ഇത് നമ്മളുടെ മറ്റേ വീടുണ്ടല്ലോ, നമ്മൾ റെൻറ്റിന് കൊടുത്തേക്കണ വീടില്ലേ, ആ വീടിൻ്റെ മുറ്റത്ത് അവർ ഉണ്ടാക്കിയ ചീരയാണ് കേട്ടോ. അപ്പോൾ കുറേ അധികം ചീരയുണ്ട്, അത് കൊണ്ടുവന്ന് തന്നാട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്തെ ചീര ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി. ഞാനായിട്ടൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല, അവർ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവന്ന് തന്ന്. അപ്പോൾ അവർക്ക് എന്തോ ഒരാഴ്ചത്തേക്ക് ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് മാറി നിൽക്കണം വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം വെട്ടി എടുക്കാതെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ ചീത്തയിൽ പോകില്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി വെട്ടിയെടുത്ത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടാ. അപ്പോൾ അത് കഴുകി ഞാൻ കൊട്ടയിൽ കൊണ്ടുവന്ന് വെച്ച് അവിടെ. അപ്പോൾ അത് പുറത്ത് കൊണ്ടിട്ടിട്ടില്ലേ, ബക്കറ്റിലിട്ട് കഴുകി. അപ്പോൾ നല്ലപോലെ ക്ലീനായി കിട്ടും കേട്ടോ. ഈ ബക്കറ്റിലേക്ക് ഒക്കെ കഴുകിയെടുക്കുമ്പോൾ ഇല്ലേ നല്ല ക്ലീനായിട്ട് കിട്ടും, നമുക്ക് എളുപ്പം കഴുകിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ബക്കറ്റിലൊക്കെ കൊണ്ടുപോയി പുറത്ത് വെച്ച് കഴുകി അത് കൊണ്ടുവന്നാണ് കേട്ടോ. ഒട്ടും തന്നെ മൂക്കാത്ത ചീരയൊക്കെ ആയിരുന്നു. അപ്പോൾ റയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, റയനെ നമുക്ക് നമ്മുടെ ചോപ്പറിന് എടുത്തിട്ടൊന്ന് ചോപ്പ് ചെയ്ത് നോക്കിയാലോന്ന്. ചോപ്പറിന് ഞാൻ 8ൻ്റെ പണി കൊടുത്തോണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ റയൻ പറയാ നമുക്ക് നോക്കാം മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഏതായാലും ഈ കറി ഒന്ന് വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയാനായിട്ട് ഒരിത്തിരി സ്രാവിൻ്റെ ബാക്കിയെന്ന് പേടിച്ചിടാതിരുന്നില്ലേ, റയൻ കഴിക്കൂല എന്ന് വിചാരിച്ചിട്ട് ആ സ്രാവിൻ്റെ ബാക്കി കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തേങ്ങ വറുത്തിറക്കാനുള്ള വകുപ്പൊന്നുമില്ല, അത്രയും ഇത്തിരി സാധനമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടായി എനിക്ക് തോന്നില്ല. 2 ദിവസത്തേക്കുള്ള കറി ഉണ്ടെങ്കിൽ ആ തേങ്ങ അരച്ച് വെക്കാം, അപ്പോൾ തേങ്ങ വറുത്തരച്ച് വെക്കാം. ഇതിപ്പോൾ ഞാനില്ലേ പപ്പടമ്മ ചെയ്യണ ഇതാണ്, ഈ സ്രാവ് തിരണ്ടേക്ക് ഇതുപോലെ നല്ല എരിവിട്ട് കുറച്ചധികം ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വറ്റിച്ച് വെക്കുക. അതുപോലെ വിനാഗിരിയിലാണ് കേട്ടോ, കുടംപുളിയല്ല.
അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തത് ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ചെറിയ ഉള്ളി, വേപ്പിലയെല്ലാം ഒന്ന് വാട്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് നല്ല ഇത്തിരി പുളി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വിനാഗിരിയും ഉപ്പൊക്കെ ചേർത്ത് ആ മീൻ എടുത്തിട്ടിട്ട് അങ്ങോട്ട് വേവിക്കും. അത് നല്ല ടേസ്റ്റാട്ടോ. തെരണ്ടിയും ഇങ്ങനെ ചെയ്യും കേട്ടോ, അതും നല്ല ടേസ്റ്റാണ്. ഞാനത് കഴിച്ചിട്ടുണ്ട്. തെരണ്ടിന്ന് ഞാൻ കഴിക്കാറില്ല, പക്ഷേ ഇങ്ങനെ വിനാഗിരിയിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇല്ലേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർ വിനാഗിരി ഇങ്ങനെ ഉപയോഗിക്കാത്ത ആളുകളുണ്ട്, അവർ ചിലപ്പോൾ കുടംപുളിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ടാകാം. നമ്മളിങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും ഇവിടെ കുടംപുളി ഇടാറില്ല, ഇട്ട് കാണാറില്ല. പിന്നെ ഞാനായിട്ട് ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടും കേട്ടോ, പക്ഷേ അതൊന്നും പപ്പക്കങ്ങനെ ഇഷ്ടമല്ല. അതങ്ങനെ വ്യത്യാസപ്പെടുത്തി വെച്ചാൽ തന്നെയും പപ്പ പറയും ഇതെന്താ ഇത് കുടംപുളിയാണ് ഇട്ടതെന്നൊക്കെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് വിനാഗിരി തന്നെ നമ്മൾ ഇടുകയുള്ളൂ. കൊച്ചിക്കാർക്ക് വിനാഗിരി ഇല്ലാത്തൊരു ജീവിതമില്ല. അപ്പോൾ അങ്ങനെ വിനാഗിരിയൊക്കെ ഇട്ടിട്ട് അത് നല്ല ഇത്തിരി എരിവ് കൂട്ടിയിട്ടിട്ട് ചെറിയ ഉള്ളി മുഴുവനോടുകൂടി കുറച്ചിടും കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അത് ആ ചാറിൽ കിടന്ന് വെന്തത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നത്തെ കറിയുടെ ഒരു കാര്യം ഇതാണ്. അപ്പം റയന് വേണ്ടിയിട്ട്, റയൻ ഇത് കഴിക്കൂല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെയും എൻ്റെ കയ്യിൽ ഇത്തിരി ബീഫ് കറി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അതുള്ള ധൈര്യത്തിന് പിന്നെ വേറൊന്നും ഞാൻ ചെയ്തില്ല. ആ ബീഫ് കറിയും കൂടിയിട്ട് റയൻ കഴിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ റയനും കൂടിയിട്ട് ഇനി ചീരയുടെ പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വളരെ കുറച്ച് എടുക്കണുള്ളൂ, അപ്പോൾ വേഗം ചെയ്തിട്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ എടുക്കാൻ വരുന്നത്. അപ്പോഴാണ് ചോപ്പറിൻ്റെ കാര്യം പറഞ്ഞാൽ ചോപ്പറിൽ ചെയ്ത് നോക്കാൻ മമ്മി എന്ന് പറയും. ചോപ്പറിലും ചെയ്താൽ ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവനും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് ആ ചോപ്പർ കുത്തി ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതൊരു പ്രത്യേക ഒരു ഫീലാണ് അതിൽ ചെയ്യുമ്പോൾ. കാരണം നമുക്ക് അതിൻ്റെ ഇത് കറണ്ടിലൊന്നും കുത്തേണ്ട ആവശ്യമില്ലല്ലോ, ചുമ്മാ എടുത്തിങ്ങനെ ചെയ്യാം. അത് വെറുതെ അവിടെ ഇരുന്നാലും റയൻ വന്നിട്ട് അതിനെ ഓൺ ചെയ്ത് ഇങ്ങനെ ഓഫ് ചെയ്ത് കളിക്കോട്ടെ, ഇപ്പോഴും അങ്ങനെ. അങ്ങനെ ഇനിയിപ്പോൾ ആ ചോപ്പറിൽ തന്നെ ഇത് ഇത്രയും അവൻ ചോപ്പ് ചെയ്ത് തന്നിട്ടാ. വേഗം തീരും കേട്ടോ. അപ്പോൾ തരി പോലെ ചോപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും എനിക്ക് അറിയാൻ പറ്റൂല. എങ്കിലും ഇത്ര അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും പൊടിയാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അവൻ ഇത് പൊടി പോലെ ആക്കിയിട്ടാണ് തന്നേക്കണം കേട്ടോ. അങ്ങനെ അതിനകത്തേക്ക് ഇത്തിരി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയിൽ, ചെറിയ ജീരകത്തിൻ്റെ പൊടിയിൽ പെരുംജീരകം എന്തെങ്കിലും ഇടാം, ആ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടത് കേട്ടോ. എന്നിട്ട് മിക്സിയിൽ അതിനെ ചതക്കാനൊന്നും നിന്നില്ല, കാരണം നമുക്ക് പോകാൻ ഉള്ള സമയം ഉടനെ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തേങ്ങ ചിരണ്ടിയത് അങ്ങനെ തന്നെ ഇട്ടിട്ടാ. ബാക്കിയുള്ള ചീര നമ്മൾ വലിയൊരു പാത്രത്തിൽ മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഈ ഒരു ടിപ്പ് എനിക്ക് എൻ്റെ ചേച്ചി പറഞ്ഞു തന്നതായിരുന്നു കേട്ടോ. ഞാനൊരു തവണ ചീര മേടിച്ചിട്ട് ഇതെങ്ങനെ വെക്കുമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ആകെ വാടിത്തളർന്നിരുന്നു വെച്ചത്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോയതാണ്. അപ്പോൾ ഇതുപോലെ വെള്ളം തളിച്ച് പുറത്ത് വെക്കുന്ന ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അന്ന് ആ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്തു. അപ്പോൾ അതുപോലെ ഒരുപാട് പേരൊക്കെ ചെയ്ത് നല്ലതായിട്ട് തന്നെ ഇരുന്നെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇവിടെ വലിയൊരു പാത്രത്തിൽ മൂടി വെച്ചിട്ടാണ്. ഇനി നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂടി വെച്ചേക്കുന്നത്. അപ്പോൾ അത് കുറേ പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഞാൻ തന്നെ കഴുകി വെച്ചിട്ടാണ്. അതിനുശേഷം പിന്നെ ഇത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കുറേ അധികം നേരം, ഇത് തണുത്തിരിക്കണേ. അപ്പോൾ ഏറ്റവും അവസാനം അതിനകത്തേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇതിനകത്ത് കടുകൊന്നും പൊട്ടിച്ചില്ല. എനിക്ക് അങ്ങനെ ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കടുക് പൊട്ടിക്കണതും ഇഷ്ടമാണ്. പക്ഷേ നമുക്കിപ്പോൾ തിരക്കുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ കഴിക്കും. ഇതും നല്ല ടേസ്റ്റാണ്. പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കുക. അത് ഈ പച്ചക്കറികൾക്കൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ ഇല്ലേ എനിക്ക് 1-2 ഡ്രസ്സുകളൊക്കെ ഒന്ന് തുന്നി വെക്കണ്ട. അപ്പോൾ പിറ്റേ ദിവസം സൺഡേ പള്ളിയിൽ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഒരു ഡ്രസ്സ് ഞാൻ അങ്ങനെ എടുത്ത്, അതായത് 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടാകുന്നില്ലേ ഓൺലൈനിൽ നിന്ന്, മറ്റേ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോക്കട ഇതിനകത്തുനിന്ന് ബുട്ടിക്കുന്നു, നോഹ ബുട്ടിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തത് ഞാൻ കൈ കൊണ്ട് തൊട്ടട്ടേ ഇല്ല, അത് മേടിച്ച പോലെ തന്നെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെഷീൻ എടുത്തത് കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ചത് താഴെ വെച്ചിട്ട് കാൽ വെച്ച് ചവിട്ടുന്ന അതിലാണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ മുകളിൽ സ്റ്റിച്ച് വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഇതും കൂടി കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തയ്യൽ പരിപാടി തുടങ്ങാം. ഇതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്യൽ പരിപാടി വേണം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എനിക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ റയൻ കൊണ്ടുവന്നിട്ട് മെഷീൻ അവിടെ കൊണ്ടുവന്ന് വെച്ച്, അപ്പോൾ പിന്നെ ഏതായാലും ചെയ്തേക്കാം, പോയി ഇത് പോകുന്നതിന് മുമ്പ് കൂടി ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ റയൻ്റെ അടുത്ത് മെഷീൻ എടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയുടെ അടുത്ത് പറഞ്ഞാൽ റയൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പം തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ അപ്പം തന്നെ ഓടി വന്നിട്ട്
അത് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അല്ലാതെ കേൾക്കാത്ത പോലെ അങ്ങനെ ഇരിക്കൊന്നുമില്ല, അത് അപ്പം തന്നെ ചെയ്യും, അങ്ങനെയാണ്. അങ്ങനെ അത് കൊണ്ടുവന്ന് വെച്ചതല്ലേ, അപ്പോൾ ഏതായാലും കൂടി സ്റ്റിച്ച് ചെയ്തേക്കാന്ന് വെച്ച് ഞാൻ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാ. ബാക്കിൽ 2 ടക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇത്തിരി ഭയങ്കര ലൂസുള്ളൊരു ഡ്രസ്സായിരുന്നു. അപ്പോൾ ടക്ക് ഇട്ടിട്ടും അത്ര അങ്ങോട്ട് ഒരു ഷേപ്പ് വന്നില്ല. വീണ്ടും ഒന്നുകൂടി കയറ്റിയൊക്കെ ഇടേണ്ടി വന്നു ടക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ റയനും കൂടി മേല് കഴുകി, ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ചിരിക്കണേട്ടാ. മേലും കഴുകിയിട്ട് വേഗം ഞങ്ങൾ തോമ്പടിയിലേക്കാണ് പോണത് കേട്ടോ. അവിടെ ഒരു ഈ ലൈറ്റുകളൊക്കെ ഇലക്ട്രിക്കിൻ്റെ സാധനങ്ങളെല്ലാം ഉള്ള ഒരു കട. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വിലയൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ലൈറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഏതായാലും തോമ്പടിയിൽ വന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ച് ഇത്തിരി ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ലൈറ്റും നോക്കി ഇതേ തിരിച്ചെത്തി. ഇവിടെ ഇങ്ങനെ ഇതല്ല, ഈ തൊപ്പി പോലെ ഇതിങ്ങനെ വരുമ്പോൾ അവർക്ക് തൊണ്ടയിൽ ഒരു പ്രശ്നം വരുന്നത്. അതെന്താണപ്പാ അതിന്റെ മുത്ത് പക്ഷെ ചുമയൊക്കെ വരുന്നുണ്ട്, തൊണ്ട കെട്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് കണ്ട കൊടഞ്ഞൊക്കെ കളയുക. എന്താണപ്പാ പാടില്ലേ കൊച്ചിന് കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കണേന്ന്. ചേട്ടൻ പാവണോക്ക് എന്തോ ഒരു പോകാത്തത്. ലൈറ്റ് നോക്കാൻ പോയിട്ട് ലൈറ്റൊന്നും മേടിച്ചില്ല. ലൈറ്റിൻ്റെ വില കേട്ട് പേടിച്ചോടി ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തോമ്പടിയില്ല, അതിൻ്റെ അവിടെ ഒരു വലിയൊരു കടയുണ്ട് ഈ ലേഡീസ് ഐറ്റംസ്. ആ കടയിൽ റയനെ വലിച്ചു കയറ്റി, മമ്മി നമുക്ക് നോക്കാം, മമ്മിക്ക് പറ്റിയ എന്തെങ്കിലും കൊണ്ടാകും. വില കേട്ട് അവിടെ നിന്ന് ചാടി ഞാൻ പുറത്തിറങ്ങി, അത്ര വില. ഇത് പിന്നെ നമ്മൾ അന്നൊരു കടയിൽ വേറൊരു കടയിൽ പോയില്ലേ, ആ കടയിൽ നിന്ന് തന്നെ മേടിച്ചതാണ് കേട്ടോ ഈ 3-in-1 ഇത് ഈ ഫേസസ് കാനഡയുടെ. അപ്പോൾ ആദ്യം ഞാൻ ലൈറ്റ് ഷെയ്ഡായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇത്തിരി വെളുപ്പാണ് മുഖത്ത്, അതുകൊണ്ട് ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് കൂടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ അത് റയൻ പറഞ്ഞൊക്കെ മേടിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ അത് ഒരെണ്ണം മേടിച്ചു. അപ്പോൾ തന്നെ 300 എത്രയോ സംതിങ് രൂപയായി കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ ജ്യൂസ് കഴിക്കാൻ കയറിയ സ്ഥലത്ത് അവക്കാഡോ ഇരിക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ റയൻ അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 2 അവക്കാഡോ 250 രൂപയുണ്ട് 2 എണ്ണത്തിന്. പിന്നെ ഈ ഒരു പൊംഗ്രാനൈറ്റ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ്ട് അതും 140 രൂപയാണ്, 1/2 കിലോയാണത്. അപ്പോൾ അങ്ങനെ അത്രയും സാധനങ്ങൾ മേടിച്ചപ്പോൾ തന്നെ ഒരുപാട് പൈസ കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് കഴിഞ്ഞിട്ടാണ് ഊണൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഉച്ചക്കത്തെ കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നടക്കാൻ പോകാം നമുക്ക്, വാ നടക്കാൻ പോട്ടെ. വെള്ളമില്ല, വെള്ളം കുടിക്കാൻ എനിക്ക്. നടക്കാൻ പോകുക. അപ്പോൾ റയൻ്റെ കയ്യിൽ എൻ്റെ ഫോണും റയൻ്റെ ഫോണും എല്ലാണ്ട് അത് വെച്ചിട്ട് അവൻ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പല ടൈപ്പ് വീഡിയോകളൊക്കെ ആ ഫോണിൽ എടുക്കാം, ആ ഓപ്ഷനൊക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണേ കേട്ടോ. റൂബിയും ഉണ്ട് റയനുണ്ട് ഈ മരത്തിൻ്റെ ചോട്ടിലിരിക്കണത്. പപ്പയാണെന്നുണ്ടെങ്കിൽ റൂബിനെ കൊണ്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ ഇവിടെ വന്നിരിക്കണേണ്. അപ്പോൾ റൂബി കുഴപ്പമില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാമല്ലോ ഞാൻ കറങ്ങി വരുമ്പോൾ. അങ്ങനെ നടപ്പൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന്. നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്